ഫൈസേ, ഓ വിരഹം റൗണ്ടിലെ എന്തായാലും നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യണം. ഒരുപാട് നല്ല ഇമോഷൻസ് ഇതിനു മുമ്പ് പല റൗണ്ടുകളിലും നമ്മൾ പാടി തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ സെലക്ഷനിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? കുറേ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തതാണോ, അതോ ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു പാട്ട് ഉണ്ടായിരുന്നോ മനസ്സിൽ ഇങ്ങനെ റൗണ്ട് വരുമ്പോൾ പാടാൻ? കുറേ പാട്ട് കൊടുത്തു ആദ്യം, പിന്നെ കിട്ടാതായപ്പോൾ അവസാനം കമർക്കാണ് ഒരു പാട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. അത് കേട്ട് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തു. നല്ല വരികളാണ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പൊന്നുമോനെ ബിലാലെ. വണ്ടർഫുൾ സോങ് ആണ്. ഷെരീഫ് ക പാടിയ പാട്ടാണോ? ആ, ഷെരീഫ് ക പാടിയ വെർഷനാണ്. ഞാൻ ഷെരീഫ് ക പാടിയിട്ട് പാട്ട് കേട്ടിട്ടുണ്ട്. എനിക്കും വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയ പാട്ടാണ്. നന്നായിട്ട് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബിലാലെ മറന്നോ, നിന്റെ ഉപ്പാന്റെ ഉള്ളം കവർന്നോ, കണ്ണുനീരിൻ മുകിൽ മാഞ്ഞുടഞ്ഞോ, നിന്റെ പുന്നാര ചിരി കാണുമെന്ന ആർത്തിരമ്പുന്നൊരിൻ നേർത്ത കുഞ്ഞോർമകൾ കനലായെരിയുന്നു മോനെ. മോനെ ബിലാലെ ഓടിവായോ, ഉപ്പയില്ലേ നിന്റെ ചാരേ, ഉപ്പയില്ലേ നിന്റെ ചാരേ. പൊന്നുമോനെ ബിലാലെ മറന്നോ, നിന്റെ ഉപ്പാന്റെ ഉള്ളം കവർന്നോ, കണ്ണുനീരിൻ മുകിൽ മാഞ്ഞുടഞ്ഞോ, നിന്റെ പുന്നാര ചിരി കാണുമെന്നാ. ിന്റെ മുത്തേ മറന്നിടുവാൻ, ആവതില്ലെൻ്റെ കൽവിന് താങ്ങിടുവാൻ, ആവുകില്ലെൻ്റെ മുത്തേ മറന്നിടുവാൻ, ആവതില്ലെൻ്റെ കൽവിന് താങ്ങിടുവാൻ. രാപ്പകൽ ഭേദമില്ല നിൻ രൂപവും, ഭാവതാളങ്ങളായി നിൻ കൈകാലുകളും, രാപ്പകൽ ഭേദമില്ല നിൻ രൂപവും, ഭാവതാളങ്ങളായി നിൻ കൈകാലുകളും. രാക്കിളിവാനില് തേങ്ങിടുന്നതെന്തിന്, മിണ്ടാതെ നീ പോയതെന്തിന്. രാക്കിളിവാനില് തേങ്ങിടുന്നതെന്തിന്, മിണ്ടാതെ നീ പോയതെന്തിന്. മോനെ ബിലാലെ ഓടിവായോ, ഉപ്പയില്ലേ നിന്റെ ചാരേ, ഉപ്പയില്ലേ നിന്റെ ചാരേ. പൊന്നുമോനെ 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 ബിലാലെ മറന്നോ, നിന്റെ ഉപ്പാന്റെ ഉള്ളം കവർന്നോ, കണ്ണുനീരിൻ മുകിൽ മാഞ്ഞുടഞ്ഞോ, നിന്റെ പുന്നാര ചിരി കാണുമെന്നാ. ആർത്തിരമ്പുന്നൊരിൻ നേർത്ത കുഞ്ഞോർമകൾ കനലായെരിയുന്നു
മോനെ ബിലാലേ ഓടിവായോ, ഉപ്പയില്ലേ നിന്റെ ചാരേ, ഉപ്പയില്ലേ നിന്റെ ചാരേ, പൊന്നുമോനെ ബിലാലേ മറന്നോ, നിന്റെ ഉപ്പാന്റെ ഉള്ളം കവർന്നോ, കണ്ണുനീരിൻ മുകിൽ മാഞ്ഞുടഞ്ഞോ, നിന്റെ പുന്നാര ചെരി കാണുമെന്നാ. ഫായിസേ, ഓ ആദ്യം ഞാൻ കമറുക്ക, താങ്ക് യു സോ മച്ച് കമറുക്ക, ഇത്രയും ഉഗ്രനായിട്ടുള്ളൊരു പാട്ട് അത് നൽകിയതിന്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നൊക്കെ പറയും പോലെ ഇത് കമറുക്കയിൽ നിന്ന് അറിയാനായിരിക്കും അവന് ഭാഗ്യം. അപ്പം അത് അടിപൊളി കേട്ടോ, അതിനൊരു കൈയ്യടി നമുക്ക് എന്തായാലും കൊടുക്കണം. നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഫായിസ് ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഉപ്പയാണ്. അപ്പം അതിൻ്റെ എല്ലാ ഫീലും ഉൾക്കൊണ്ട് പാടാനായിട്ടൊരു ശ്രമം എന്തായാലും 100% നീ നടത്തിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. അൻവർക്കാ, ഫായിസേ, ഓ ഫാഹിസിന്റെ വാവയുടെ പേരെന്താ അവനെ? മറിയം. അറിയാം. ഇതിപ്പോൾ മോനാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. മോളെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പാടാം അല്ലേ? ഒരു എന്താ പറയുക, ഒരു പിതാവും കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണിത് പറയുന്നത്. വാത്സല്യം നിറഞ്ഞ ഒരു സുന്ദരമായ ട്യൂണും ഔക്കാകൻ്റെ, നമ്മളെ കോഴിക്കോട് ഔക്കർ മാഷിൻ്റെ സുന്ദരമായ സംഗീതം, വളരെ സോഫ്റ്റായിട്ട് പോകുന്നൊരു പാട്ട്, ഒരു താരാട്ട് കേൾക്കും പോലത്തെ ഒരു ഫീല്. അങ്ങനെ തന്നെയാണ് ട്യൂൺ ചെയ്തേക്കുന്നത്. പാടിയത് അങ്ങനെ തന്നെയാണ്, ഫായിസ് പാടിയത് അങ്ങനെ തന്നെയാണ്. കുറച്ച് പിന്നെ ഫായിസിൻ്റേതായിട്ടുള്ള വീണുടഞ്ഞു കുറേ സംഗതികളൊക്കെ വാരി വിതറി അത് വളരെ മനോഹരമായിട്ട് ചില സമയത്ത് വീണു പോകാറുണ്ട്. പക്ഷേ ഇവിടെ വീണില്ല, ഈ പാട്ടിൽ വീണില്ല, കലക്കനായി, ഉഗ്രനായി. താങ്ക് യു സോ മച്ച് അൻവർക്ക. ഷബ്നം. ഫാഹിസ്, ഓ അടിപൊളിയായിരുന്നു. അസലായെന്ന് പറയുന്നില്ല, ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ. ഒരു ദ്വിജാവന്തിയുടെ ഒരു പാട്ടുകൾക്ക് പ്രത്യേക ഒരു നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു സുഖമുണ്ട്. നമ്മൾ ശാന്തമായിട്ട് അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒരു റൂട്ട് ഇങ്ങനെ കിടക്കും, നമ്മൾ വളരെ ശാന്തമാവും. ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സോങ്ങാണ്. പിന്നെ കുഞ്ഞുമോക്ക് താരാട്ട് പാടി കൊടുക്കാറുണ്ടോ? ഇടക്ക് ഞാൻ കൂടുതലും request 2-3 പറയാനാണ്. കൂടുതലായിട്ട് കുറേ നേരം കുട്ടിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രശ്നം, ഇവ ഇങ്ങനെ താരാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ സംഗതികൾ വാരി വിതറിയ കുട്ടി ചിലപ്പോൾ എഴുതി. ദയവ് ചെയ്ത് നീ അങ്ങനെ ചെയ്യരുത്. മോള് വളരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സംഗതിയിൽ എന്തായാലും പാടും. അപ്പോൾ അത് പാടിക്കോട്ടെ അല്ലേ, ഇൻഷാ അല്ലാ. ചെറുപ്പത്തിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ട് പഠിക്കട്ടെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് കാണാം ഒരു ദിവസം വാവേനെ കേട്ടോ. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു സോ മച്ച്.